നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും ദളിതരുടെ ഉന്നമനത്തിനായി ആദ്യാവസാനം പോരാടിയ നേതാവുമായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അടിച്ചമർത്തപ്പെട്ടവർക്കായി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ സമരം നയിച്ച അംബേദ്കറുടെ സംഭാവനകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്തതാണ്. 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലെ അംബവാടിയിൽ മഹർ എന്ന ദളിത് സമുദായത്തിലാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനിച്ചത്. അച്ഛൻ റാംജി സക്പാൽ, അമ്മ ഭീമാഭായ്. ദളിത് സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ ജാതി വിവേചനത്തിൻ്റെ ദുരിതങ്ങൾ നന്നായി ഏറ്റുവാങ്ങിയ ജീവിതമായിരുന്നു അംബേദ്കറിൻ്റേത്. എന്നാൽ ആ ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ മുഴങ്ങിയ ഏറ്റവും ദൃഢമായ ശബ്ദവും അംബേദ്കറിൻ്റേത് തന്നെ. ഇന്ത്യയിലെ അടിസ്ഥാന വിഭാഗത്തിലുള്ള ജനതയെ ഏകീകരിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഭരണഘടനയുടെ കരട് നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വവും അംബേദ്കറിലേക്ക് വന്നു ചേരുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു. ശരിയായ രാഷ്ട്രസങ്കല്പത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പ്രേരണയാകുന്നതിൽ ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണപരിഷ്കാരത്തിന് ആവശ്യമായ ആശയങ്ങൾ വട്ടമേശ സമ്മേളനങ്ങളിലാണ് അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൻ്റെ മുന്നേറ്റങ്ങളെ സംബന്ധിച്ചും ഇന്ത്യക്ക് ഫെഡറൽ ഭരണ സംവിധാനമാണ് വേണ്ടതെന്നും അംബേദ്കർ അടിവരയിടുന്നതും വട്ടമേശ സമ്മേളനങ്ങളിൽ വെച്ച് തന്നെ. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വേദിയാവുകയായിരുന്നു ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ. രാഷ്ട്രം ജാതീയതയിൽ നിന്നും വർഗീയതയിൽ നിന്നും മോചിപ്പിക്കപ്പെടാനും വിദ്യാഭ്യാസവും വികസനവും രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കാനും പരിശ്രമിച്ച തീക്ഷ്ണശാലിയായിരുന്നു ബി.ആർ. അംബേദ്കർ. അയിത്തജാതിക്കാർ എന്ന് മുദ്രകുത്തിയ ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതിയായിരുന്നു അംബേദ്കറുടെ ജീവിത ലക്ഷ്യം. ഇന്ത്യ മഹാരാജ്യം രൂപീകൃതമാകുമ്പോൾ അനുയോജ്യമായ ഭരണഘടന രൂപപ്പെടുത്താനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതും അംബേദ്കറുടെ കൈകളിൽ തന്നെ. തൻ്റെ സമ്പന്നമായ വിദ്യാഭ്യാസ പശ്ചാത്തലം അധസ്ഥിതരുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രീയ അവകാശങ്ങൾക്കുമായി പോരാടാൻ അംബേദ്കർ ഉപയോഗിച്ചു. മിശ്രവിവാഹവും പന്തിഭോജനവും പ്രോത്സാഹിപ്പിച്ച അംബേദ്കർ ദളിത് അവകാശ സംരക്ഷണത്തിനായി നിരവധി ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിച്ചു. പൊതുകുളത്തിൽ നിന്നും ദളിതർക്ക് കുടിവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തിയ മഹത് സത്യാഗ്രഹം അംബേദ്കറുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഏടാണ്. ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച അംബേദ്കറെ ഒടുവിൽ രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചു. 56 വർഷം മാത്രം നീണ്ട ജീവിതം കൊണ്ട് രാജ്യത്തിന് പ്രചോദനമായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും രാജ്യത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. ഓർമ്മപ്പൂക്കൾ. Do you miss the flavor of Kerala? The sound of the chenda? The taste of sadhya? The beauty of our backwaters? Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalis worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Bharati Radio Network, launching soon.